Hi, hello friends, welcome back to my channel. So, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടോ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതുവരെയായിട്ട് ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ടില്ല. ഇതെൻ്റെ ഫസ്റ്റ് അൺബോക്സിംഗ് വീഡിയോ ആണ്. ഇതിന് മുന്നേ ഉള്ള എൻ്റെ വീഡിയോസിൽ പലരും പറഞ്ഞൊരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ എൻ്റെ സൗണ്ട് ശരിക്കും കേൾക്കുന്നില്ല, ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ സൗണ്ട് ക്ലാരിറ്റി കുറച്ച് കുറവാണെന്ന് പലരും പറയണ്ടായി. അപ്പോൾ അത് പ്രമാണിച്ച് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി ആദ്യമായിട്ട് വാങ്ങിയ ഒരു ഐറ്റമാണ് ഇത്. മൈക്കാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയത്. നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഫസ്റ്റ് വാങ്ങിയ ഐറ്റം ഇതാണ്. അപ്പോൾ ഇത് ബോയയുടെ BY-M1 ലാവലിയർ മൈക്കാണ്. ഇത് നമ്മളിവിടെ ക്ലിപ്പ് ചെയ്യുന്ന ടൈപ്പ് മൈക്കാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മൈക്ക് നമുക്ക് ഫോണിലും പിന്നെ DSLR-ലും PC-ലും ഒക്കെ കണക്ട് ചെയ്യാം. ചില മൈക്ക് നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല, DSLR-ലും മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചില മൈക്ക് നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യാം, DSLR-ൽ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് നമുക്ക് രണ്ടിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന, ഞാനിപ്പോൾ ഫോണിലാണ് എൻ്റെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാറ്. അപ്പോൾ ഞാനിനി ക്യാമറ മേടിക്കുമ്പോഴത്തേക്കും എനിക്ക് ഈ മൈക്ക് ക്യാമറയിലും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഞാനിപ്പോൾ കൂടുതലും ഔട്ട്ഡോർ ഇവിടെ ഈ ഒരു സ്പേസിൽ ഇരുന്നിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോസ് റെക്കോർഡ് ചെയ്യാറ്, ഷൂട്ട് ചെയ്യാറ്. അപ്പോൾ പുറത്തുള്ള നോയ്സ് ഭയങ്കരമായിട്ട് ക്യാപ്ചർ ചെയ്യാറുണ്ട്. ഈ കിളികളുടെ സൗണ്ടൊക്കെ ശരിക്കും ക്യാപ്ചർ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ നോയ്സ് ആണോ അല്ലെങ്കിൽ ഈ സറൗണ്ടിങ്ങിലുള്ള ഈ നോയ്സ് ആണോ കൂടുതൽ കേൾക്കുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ നമ്മൾ ഇതിനോടൊപ്പം തന്നെ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇത് നമ്മൾക്ക് അൺബോക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യുന്നത് ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എന്തായാലും ഞാനത് അൺബോക്സ് ചെയ്യാൻ പോവാം കേട്ടോ. സോ ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഷോപ്പിൽ നിന്ന് ഒരു പ്രാവശ്യം ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണല്ലോ ഒന്നുകൂടെ നോക്കുന്നത്. ഇതിൽ ഇങ്ങനെ ഒരു പൗച്ചിലാണ് നമുക്ക് നമ്മുടെ മൈക്ക് കിട്ടുന്നത്. അതേപോലെ ഇതിലൊരു വാറണ്ടി കാർഡ് ഉണ്ട്. പിന്നൊരു മാനുവലുണ്ട്. അപ്പോൾ ഇത് ഇത്രയും സാധനമാണ് നമുക്ക് ബോക്സിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ നമുക്ക് ഈ പൗച്ചിൻ്റെ ഉള്ളിൽ ഇനി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പൗച്ചിലുള്ള എല്ലാ ഐറ്റംസും ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെന്നാന്ന് വെച്ചാൽ 1/4 അഡാപ്റ്ററാണ്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മൈക്ക് ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്ലഗ് ജസ്റ്റ് ഇതിലേക്ക് പിൻ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നമുക്കിത് ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇത്രയുള്ള സംഭവം. പിന്നെ നമുക്കൊരു LR44 ബാറ്ററി വരുന്നുണ്ട്. പിന്നെ ഫോം വിൻസ്ക്രീൻ. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സൗണ്ട് ഫിൽട്ടർ ചെയ്തെടുക്കാനാട്ടോ. ഇതാണ് ലേപ്പൽ ക്ലിപ്പ്. നമ്മുടെ മൈക്ക് ഇതിൽ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഷോൾഡറിലോ നമ്മുടെ നെക്കിൻ്റെ ഏരിയയിൽ പിൻ ചെയ്ത് കൊടുക്കുന്നത്, ഹോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ മെയിൻ ഐറ്റം, നമ്മുടെ മൈക്ക്. ഈ ഒരു സംഭവം കണ്ടോ, ഇതിപ്പോൾ ഓഫ് ചെയ്തിട്ടേക്കുവാണ്. ഇത് നമ്മൾ സ്മാർട്ട് ഫോണിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഓഫായിരിക്കും. നമ്മൾ ക്യാമറയിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും, ക്യാമറയിലാണ് മൈക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിത് ഓൺ ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ ഓൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇല്ലേ, അത് ഇതിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ ക്യാമറയിൽ നമ്മൾ മൈക്ക് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ബാറ്ററി യൂസ് ചെയ്തിട്ടാണ് ഈ മൈക്ക് വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കേബിള് 6 മീറ്റേഴ്സ് ലെങ്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരെ നിന്നിട്ടാണെങ്കിലും നമ്മുടെ വീഡിയോ നമുക്ക് മൈക്ക് യൂസ് ചെയ്തിട്ട് തന്നെ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും ലെങ്ത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ കേബിൾ കെട്ടുപണയാതെ സൂക്ഷിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ നമ്മുടെ പ്ലഗ് വന്നിട്ട് 3.5 mm ഗോൾഡ് പ്ലഗ് ആണ് കേട്ടോ. കണ്ടോ, നമ്മളിപ്പോൾ ബോയ BY-M1 ബോക്സിലുള്ള എല്ലാ ഐറ്റംസും പരിചയപ്പെട്ടു. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കണക്ട് ചെയ്യാമല്ലേ. അപ്പോൾ നമ്മുടെ സ്പോഞ്ച്, അതായത് നമ്മുടെ ഫിൽറ്റർ ആദ്യം ഞാൻ നമ്മുടെ മൈക്കിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ലേബൽ ക്ലിപ്പ് ഇതിലേക്ക് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഡൺ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബാറ്ററിയില്ലേ
അത് ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. കണ്ടോ, ഇവിടെയാണ് ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ബാറ്ററി ഇട്ട് കൊടുക്കേണ്ടത്. യെസ്, എവിടെ പോയി ഈ സംഭവം? ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇതിലേക്കൊരു ബാറ്ററി ഇട്ട് കൊടുത്തില്ലേ, ഈ ബാറ്ററിയിൽ മാത്രമേ നമ്മുടെ മൈക്ക് ക്യാമറയിലേക്ക് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും വർക്ക് ചെയ്യത്തുള്ളൂ. പക്ഷേ ഫോണിലേക്ക് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ബാറ്ററി യൂസ് ആവുന്നില്ല. ഇത് നമ്മൾ ഓഫ് ചെയ്തിട്ടേക്കുമായിരിക്കും, കണ്ടോ. പക്ഷേ നമ്മൾ ക്യാമറയിലേക്ക് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ പ്ലഗ് എന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യാനാണ്. ബോക്സിലുള്ള എല്ലാ ഐറ്റംസും നമ്മൾ പരിചയപ്പെട്ടു. പിന്നെ നമ്മളെല്ലാം കണക്ട് ചെയ്തും വെച്ചു. ഇനി നമുക്ക് സൗണ്ട് ഒക്കെ നോക്കാം അല്ലേ. ഞാൻ മൈക്ക് ഇവിടെ ഹോൾഡ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാനായിട്ട് കുറച്ച് മുന്നേ ഞാനൊരു വീഡിയോ ജസ്റ്റ് വെറുതെ ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ നല്ല വ്യത്യാസമുണ്ട്. എൻ്റെ സൗണ്ട് കുറച്ചും കൂടി ക്ലാരിറ്റി ആയിട്ട് കേൾക്കാം. ഇപ്പോൾ സറൗണ്ടിങ്സിൽ നോയ്സ് ഉണ്ടെങ്കിലും ഞാൻ പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ വീഡിയോയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, മൈക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൻ്റെ പ്രൈസ് ഏകദേശം 700 മുതൽ 1000 റേഞ്ച് വരെയാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ച ഷോപ്പിൽ എനിക്ക് 1000 റുപ്പീസിനാണ് ഇത് കിട്ടിയത്. ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി റിഡക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു, കുറച്ചും കൂടി പ്രൈസ് കുറവാണ്. അപ്പോൾ ഓൺലൈനിൽ നമ്മൾ വാങ്ങിക്കുന്നതാണ് കുറച്ചും കൂടി ലാഭം. ഇപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നുള്ളതുകൊണ്ട് ഷോപ്പിൽ പോയിട്ട് തന്നെ വാങ്ങിച്ചത്. അപ്പോൾ ഷോപ്പിൽ എനിക്ക് 1000 റുപ്പീസിനാണ് കിട്ടിയത് കേട്ടോ. എങ്കിലും ഇത് വളരെ നല്ല ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ മറ്റുള്ളവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടിപ്പുറത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ട്. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.